ഹലോ ഗായ്സ്, വെൽക്കം ടു ബേബി ദാമി. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എന്തിനാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയതെന്ന് അല്ലെങ്കിൽ തുടങ്ങാനുള്ള കാരണം എന്ന് പറയാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മൾ ചെറുപ്പത്തിൽ കുഞ്ഞിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. ഒബ്വിയസ്ലി ഇതാവണം അതാവണം അങ്ങനെ പല പല കാരണങ്ങൾ കാണും. പക്ഷെ വലുതാകുമ്പോൾ പല പല കാരണത്താൽ പല സാഹചര്യത്താൽ നമ്മൾ അതിൽ നിന്നൊക്കെ ഡൈവേർട്ടായിപ്പോയി വേറെ വല്ലതുമൊക്കെ ചെയ്യും. അങ്ങനെ എൻ്റെ ചെറുപ്പത്തിലെ ഉള്ളൊരാഗ്രഹം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എനിക്ക് തന്നെ സബലീകരിച്ച് നടത്താൻ വേണ്ടി ഞാൻ തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമിനായിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിനെ കാണുന്നത്. സോ ബേസിക്കലി ഞാൻ ചെറുപ്പത്തിൽ ഒരു 12th ഒക്കെ കഴിഞ്ഞപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്ക് ഫാഷൻ ഡിസൈനർ ആവണം. അതിനു മുമ്പ് എനിക്ക് വേറെ വല്ല ആഗ്രഹങ്ങളായിരുന്നു. എന്നെ ഡാൻസ് കൊറിയോഗ്രാഫറാണ്. എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകൾ ചുമ്മാ ഡാൻസ് കളിക്കാം. അപ്പോൾ കൊറിയോഗ്രാഫി ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഫാഷൻ ഡിസൈനിങ് ചെയ്യണം. അപ്പോൾ 12th കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് നേഴ്സിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എൻ്റെ മമ്മി ഒരു നേഴ്സായിരുന്നു. സോ നേഴ്സിംഗ് എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ 12th കഴിഞ്ഞ് മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കണം, ഫാഷൻ ഡിസൈനർ ആവണം. അപ്പം മമ്മി പറഞ്ഞു, നിൽക്ക്, ആദ്യം നീ എന്നെ ഒരു പ്രൊഫഷൻ നമ്മുടെ കൈ വേണം. പപ്പായും പറഞ്ഞു, ഒരു പ്രൊഫഷൻ നമ്മുടെ കൈ കരുതണം. ലൈക്ക് ഈവൻ ഇഫ് നമുക്ക് നമ്മുടെ ഒരു പാഷൻ ഫോളോ ചെയ്യണമെങ്കിൽ പോലും, പ്രത്യേകിച്ച് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞൊരു കൊറിയോഗ്രാഫറോ ഒരു ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഉറപ്പ് തരാൻ പറ്റുന്ന ഒരു പ്രൊഫഷനല്ല. ഒരിക്കലും നമുക്ക് അത് മാത്രം കാരണം അതിന് ഒരുപാട് ലക്ക് ഫാക്ടർ വേണ്ട ഒരു പ്രൊഫഷനാണ്. അപ്പം പപ്പായും മമ്മിയും പറഞ്ഞു, അത് നീ നേഴ്സാവ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്നല്ല, അതിന് നിനക്ക് ഇഷ്ടമുള്ള ചെയ്തോ, അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ എന്നാൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മൾ നേഴ്സിങ്ങിന് കയറി. കാരണം അവസാനം മറ്റേതില്ലാതായി പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും കഴിവോ നമ്മൾ വിചാരിക്കുന്ന അത്രയും ലക്കോ ഒന്നും നമുക്കില്ലെങ്കിൽ നമ്മുടെ ലൈഫ് നമ്മൾക്ക് വിചാരിക്കുന്ന പോലെ. പക്ഷേ പീപ്പിൾ ഹു ഹാവ് ആ ഒരു ഫെയ്ത്ത് ഇൻ ദം, അല്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റുമെന്ന് വിചാരിക്കുന്നവർക്ക് ഐ വുഡ് സേ ഗോ അഹെഡ്. പക്ഷേ എനിക്ക് അത്രയും ഫെയ്ത്ത് എന്നിലില്ലായിരുന്നു, ടു ബി ഓണസ്റ്റ്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് പയ്യെ അതിലേക്ക് വരാം. അല്ലെങ്കിൽ ആദ്യം മാത്രമല്ല, നേഴ്സിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഓക്കെ, നേഴ്സ് ആദ്യമാവാം. അങ്ങനെ ആയി ഗൈസ്, ഞാനായി. ഇപ്പോൾ നമ്മളിരിക്കുന്നത് ആ ഒരു കാലത്തിലോട്ടാണ്. മമ്മിയും പപ്പായും വന്ന് എന്നോട് പറഞ്ഞാൽ, ഓക്കെ ഇനി നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്തോ, അങ്ങനെ പറഞ്ഞൊരു സമയത്തിലോട്ടാണ് എത്തിയിരിക്കുന്നത്. സോ ഐ എം വെരി എക്സൈറ്റഡ്. പക്ഷേ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാനിത് ഉറപ്പായിട്ടും പ്രൊഫഷനാക്കും, അങ്ങനെയൊന്നുമല്ല. ഇതെൻ്റെ അന്നത്തെ ചെറിയ ആഗ്രഹം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്നെ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. കാരണം നമുക്ക് ഒറ്റ ജീവിതമുള്ളൂ. അപ്പം അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്ന കാര്യം ചുമ്മാ ചെയ്യുക, അത്ര ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് നേഴ്സിംഗ് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇത് അതിൻ്റെ ഒപ്പം ഇങ്ങനെ സൈഡിൽ കൂടെ അങ്ങനെ പോട്ടെ. പിന്നെ ഒബ്വിയസ്ലി എനിക്ക് ഈ യൂട്യൂബിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ആകെ എൻ്റെ ഈ ഒരു ആഗ്രഹം നടത്താൻ വേണ്ടി ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നേ ഉള്ളൂ. എനിക്ക് യൂട്യൂബിനെ കുറിച്ചോ ഇത് എഡിറ്റിങ്ങിനെ കുറിച്ചോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സാധനമൊക്കെ വന്നിട്ട് അത്തെ കുത്തിയാൽ നിങ്ങൾക്ക് അവിടെ കാണാം ഇവിടെ കാണാം. എനിക്ക് പക്ഷെ അങ്ങനെ ചെയ്യാൻ അറിയത്തില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇതെല്ലാം യൂട്യൂബിനെ കുറിച്ച് എല്ലാം അരച്ച് ഒക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും എനിക്കൊന്നാമത് പഠിക്കാനുള്ള മടി കാരണം പിന്നെ ഞാൻ നീട്ടി വിടും. പിന്നെ ഒരിക്കലും എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു നിൽക്കട്ടെ, നമുക്ക് ആ യൂട്യൂബ് ചാനൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അക്കോർഡിംഗ് ടു അവർ നെസസിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ തന്നെ പഠിച്ചോളൂ. ബിക്കോസ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ പഠിക്കുമെന്ന് ഉള്ളൊരു വിശ്വാസത്താലാണ് ഞാനിപ്പം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. യൂട്യൂബ് ചാനലിനകത്ത് ഈ ഡ്രസ് ഡിസൈനിങ് എന്ന് പറഞ്ഞാലും ഞാൻ ഡിസൈനിങ് പഠിച്ചിട്ടില്ല. എനിക്ക് സ്റ്റിച്ചിങ് ഒന്നും അറിയത്തില്ല. നമുക്കൊരു കടയോ അങ്ങനെയൊന്നുമില്ല ടു ഡു ഹാൻഡ് വർക്ക്, അല്ലെങ്കിൽ ഒരു സാധനം എക്സ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു പരിപാടിയും നമ്മൾ ചെയ്യുന്നില്ല. കാരണം ഇതൊരു പ്രൊഫഷൻ ആക്കിയിട്ടില്ല ഞാൻ. ഇനി ആക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. ബട്ട് ഞാനിത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 8th grade ഓൺവേർഡ്സ് ഞാനിങ്ങനെ സ്വന്തമായിട്ട് എൻ്റെ ഡ്രസ്സും എൻ്റെ അനിയത്തിയുടെ ഡ്രസ്സും പിന്നെ എൻ്റെ ക്ലോസ് കസിൻസും അങ്ങനെ കുറച്ച് പേർക്ക് എന്നോട് ചോദിക്കുന്നത്, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് അങ്ങനെ എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്.
എൻ്റെ ലൈക്ക് എനിക്ക് എല്ലാ കൊല്ലം തന്നെ ഒരു കല്യാണം വെച്ചിലുണ്ട്. കാരണം എനിക്ക് ഫസ്റ്റ് കസിൻസ് മാത്രമായിട്ട് 39 ഫസ്റ്റ് കസിൻസ് ഉണ്ട്. എൻ്റെ പപ്പായുടെ സൈഡിൽ അവർ 9 മക്കളാണ്, മമ്മിയുടെ സൈഡിൽ 8 പേരും. അപ്പോൾ മൊത്തത്തിൽ അവർക്ക് എന്നെ 4 3 പിള്ളേർ വെച്ചിട്ടുണ്ട്. കുറേ പേർക്ക്, കുറച്ച് പേർക്ക് 2 പിള്ളേരൊക്കെ വെച്ചുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഫസ്റ്റ് കസിൻസ് മാത്രമായിട്ട് എനിക്ക് 39 പേരുണ്ട്. ഹായ് ഗൈസ്, സോറി, അത് ഞാൻ എൻ്റെ പപ്പ വിളിച്ചതാണ് നിങ്ങളെ കേട്ടത്. അപ്പം ഞാൻ പപ്പായുടെ കാണാൻ പോയത്, എൻ്റെ പപ്പ എന്ന് ചോദിക്കാൻ വേണ്ടി പോയതാണ്. കാരണം എനിക്ക് നല്ല ഭയഭക്തി ബഹുമാനമുള്ള കൂട്ടത്തിൽപ്പെട്ട. അപ്പം ഞാൻ അവിടെ പോയി. അപ്പം പിന്നെ ഞങ്ങൾ എൻ്റെ അനിയത്തിനെ കൂട്ടാൻ പോയി. അപ്പം ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ബാക്കി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നങ്ങ് കണ്ടിന്യൂ ചെയ്തേക്കാം എന്ന്. അപ്പം ഞാൻ ആ ടീഷർട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഓർത്തു എന്തിനാ വെറുതെ ആ ടീഷർട്ട് ഇടുന്നത്, ഈ ബ്ലാക്ക് ഇടാം. അപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ വീഡിയോ അതിൻ്റെ രസം കാണുമല്ലോ. അല്ലാതെ എനിക്ക് മടിയായിട്ടല്ല, വീണ്ടും പോയി ഇടുക. ഓക്കെ, അപ്പം ആണെങ്കിൽ ഞാനാണെങ്കിൽ പറഞ്ഞു വന്നത് എന്നായിരുന്നു, ഇങ്ങനെ കുറേ കസിൻസ് ഉണ്ടായതുകൊണ്ട് എല്ലാ കൊല്ലം ഇങ്ങനെ കല്യാണങ്ങളുണ്ടായതുകൊണ്ട് എൻ്റെ ഞാൻ ചെയ്ത് ഇങ്ങനെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് നമ്മൾ കുറച്ച് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടില്ല. പക്ഷേ എന്നാലും നമ്മൾ ചെയ്തുള്ള എക്സ്പീരിയൻസിലൂടെ പിന്നെ നമുക്കത് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കുറേ കാര്യം തന്നെത്താനെ പഠിച്ചെടുക്കുന്ന കുറച്ച് കാര്യം ഉണ്ടായതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റെ മിനിമം നോളേജിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിപ്പം കറൻറ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് ഇതിന് മാത്രം അറിവൊന്നുമില്ല പറഞ്ഞു തരാൻ ഇതിനകത്തോടെ. പക്ഷേ എനിക്കുള്ള അറിവും ഡ്രസ്സിനെ കുറിച്ചും ഞാൻ എങ്ങനെയാണ് എൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാനും, പിന്നെ ആണെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്ക് ചുമ്മാ നമ്മൾ ലൈഫ് സ്റ്റൈൽ അങ്ങനത്തെ കുറേ വീഡിയോസ് നമുക്ക് ഇഷ്ടമാണല്ലോ. എനിക്കിഷ്ടമാണ് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ പറയാൻ. കാര്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്, എന്നാൽ എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ് തുടങ്ങിയത്. പിന്നെ ഫ്യൂച്ചറിൽ എപ്പോഴേലും നമുക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നെനിക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് എൻ്റേതായ നമുക്ക് ഒരു ഫാമിലി പോലെ എനിക്കൊരു ഓഡിയൻസ് വേണമെന്നുണ്ട്. കിട്ടുവാണെങ്കിൽ ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇങ്ങനെ കണ്ട് സ്വന്തമായിട്ട് നമ്മൾ പറയുന്ന മട്ടത്തരൊക്കെ ആയിട്ട് ചിരിക്കാമല്ലോ. അപ്പം അങ്ങനെയാണ് ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ. നമുക്കിനി മുതൽ അങ്ങോട്ട് ചെറിയ വീഡിയോസായിട്ട് ഒരുപാട് എനിക്കറിയത്തില്ല, നമുക്ക് എന്നാ പറയുക, കുറച്ച് ഡ്രസ്സ് നമ്മൾ ഓൾറെഡി കുറച്ച് ചെയ്തേക്കുന്ന ഡ്രസ്സിൻ്റെയും പിന്നെ ഇപ്പം ഞാൻ യു എസിലാണ്, ഞാൻ ഇന്ത്യയിലായിരുന്നു. ഞാനിപ്പം വന്നിട്ടിപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ വരുന്ന സമയത്ത് ഞാനെടുത്ത കുറച്ച് ഔട്ട്ഫിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതെടുത്തതിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്. എല്ലാ വീഡിയോസ് ഞാൻ എടുത്തില്ല, കാരണം ഞാൻ മറന്നു പോകും ഇങ്ങനെ വീഡിയോ എടുക്കണേ പറ്റി. കാരണം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പണ്ട് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഈ വരുന്നതിന് തൊട്ട് മുമ്പായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പം ഞാൻ തന്നെ മറന്നു പോകും, അയ്യോ വീഡിയോ എടുക്കണമല്ലോ. എന്നാൽ അത് ചേച്ചിയല്ല ബാക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഞാൻ ഓർക്കുന്നത്. അപ്പം പക്ഷേ നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് അത് എങ്ങനെയാണ് അതിൻ്റെ നമ്മളത് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളൊരു ജസ്റ്റ് ഇൻഫർമേഷനായിട്ട് ഇടാം. അപ്പോൾ അതിൻ്റെ നിന്ന് നിങ്ങൾക്ക് ഒരു ടിപ്സ് എല്ലാം കിട്ടി അത് ഇച്ചിരി ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ എനിക്ക് സന്തോഷം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വേറെയും വീഡിയോസ്, എനിക്ക് ഡാൻസിങ് ഇഷ്ടമാണ്. അങ്ങനെ നമ്മളുടെ ഇവിടുത്തെ നമ്മളുടെ കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു ഫൺ യൂട്യൂബ് ചാനൽ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇനി എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് കാണാം. എപ്പോഴല്ലേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാം. അപ്പോൾ ശരി, ബൈ.